രാധേ രാധേ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ് കജൻ. അപ്പോൾ ദേവന്മാർക്കാണെങ്കിൽ അസുരന്മാർക്ക് അറിയാവുന്ന ഈ മൃതസഞ്ജീവിനി വിദ്യ, അതായത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിദ്യ അറിയത്തില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൃഹസ്പതിയുടെ പുത്രനായ കജന് അസുരന്മാരുടെ ഇടയിലേക്ക് വിടും, ശുക്രാചാര്യരുടെ അടുത്തേക്ക് വിടും. അപ്പോൾ ഈ കജൻ വേഷം മാറി ശുക്രാചാര്യരുടെ ഒരു ശിഷ്യനായിട്ട് വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങും. അപ്പോൾ ശുക്രാചാര്യർക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ട്, ദേവയാനി. ദേവയാനി നോക്കുമ്പോൾ അതിസുന്ദരനായ ഒരു യുവാവ് കജൻ. അത് മാത്രമല്ല, തൻ്റെ അച്ഛനെ നന്നായിട്ട് പരിചരിക്കുന്നു, അച്ഛനിൽ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ വേഗം ഗ്രഹിക്കുന്നു, ബുദ്ധിമാനാണ്. ഇതൊക്കെ മനസ്സിലായപ്പോൾ ദേവയാനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടും കജനെ. കജനെ ഭർത്താവായി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം പോലും ദേവയാനിയുടെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അസുരന്മാർക്കെല്ലാം കജനോട് വല്ലാത്ത ദേഷ്യമാവും. കാരണം ശുക്രാചാര്യർക്ക് കജനെ വല്ലാതെ ഇഷ്ടമാണ്. അത് കാരണം അസൂയ കാരണം ഈ അസുരന്മാരെല്ലാം കൂടി ഒരു ദിവസം കജൻ കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ആക്രമിച്ച് കജനെ കൊന്നുകൊടുക്കും. എന്നിട്ട് ചെന്നായ്ക്കൾക്ക് ഭക്ഷിക്കാനായി ഇട്ടു കൊടുക്കും. അപ്പോൾ ചെന്നായ്ക്കൾ അവരുടെ ഭക്ഷണമാണെന്ന് വിചാരിച്ച് കജനെ ഭക്ഷിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ദേവയാനി കജനെ കാണാതെ വിഷമിക്കാൻ തുടങ്ങും, പൊട്ടി കരയാൻ തുടങ്ങും. അപ്പോൾ അച്ഛനായ ശുക്രാചാര്യർക്ക് വല്ലാത്ത സങ്കടമാവും. അപ്പോൾ ശുക്രാചാര്യർ വനത്തിൽ വന്നിട്ട് കജനെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഏതൊക്കെ ചെന്നായ്ക്കളാണോ ഭക്ഷിച്ച് അവരുടെ വയറ് പൊട്ടിച്ച് കജൻ പുറത്ത് ജീവനോടുകൂടി വരും. അപ്പോൾ കജനുമായി വീട്ടിലേക്ക് പോകും. പിന്നെ ഒരു ദിവസം അസുരന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കജനെ കൊന്നിട്ട് കടലിൽ അവർ മുക്കിക്കളയും, അതായത് അരച്ച് കലക്കി കടലിൽ ഒഴുക്കും അവർ. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ ദേവയാനി കജനെ കാണുന്നില്ല. കരയാൻ തുടങ്ങുമ്പോൾ വീണ്ടും അച്ഛന് സങ്കടം വന്നിട്ട് ശുക്രാചാര്യർ വീണ്ടും കജനെ വിളിക്കുമ്പോൾ കടലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. അസുരന്മാർക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഇപ്രാവശ്യം ഒരു തരത്തിലും കജൻ രക്ഷപ്പെടരുതെന്ന് വെച്ചിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കജനെ കൊന്നിട്ട് അരച്ച് കലക്കി ശുക്രാചാര്യർക്കുള്ള മദ്യത്തിൽ കുടിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇതൊന്നും അറിയാതെ ശുക്രാചാര്യർ മദ്യം കുടിക്കും. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ കജനെ കാണുന്നില്ല. ദേവയാനി പഴയ പോലെ ഭയങ്കര സങ്കടവും ഒരു തരത്തിലും ഇല്ല, ഭയങ്കര കരച്ചിലും. അപ്പോൾ ഈ സമയം ശുക്രാചാര്യർക്ക് മനസ്സിലാവും, കജനെ പേരെടുത്ത് വിളിക്കുമ്പോൾ സ്വന്തം വയറ്റിലാണ് കജൻ എന്ന് മനസ്സിലാവും. അപ്പോൾ ശുക്രാചാര്യരുടെ മുന്നിൽ വേറെ ഒരു മാർഗവും ഇല്ല. വയറ്റിൽ കിടക്കുന്ന കജന് മൃതസഞ്ജീവനി വിദ്യ പറഞ്ഞു കൊടുക്കും. കാരണം അല്ലാതെ കജൻ പുറത്തു വന്നാൽ വയറ് പൊട്ടി ശുക്രാചാര്യർ മരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് ഈ മൃതസഞ്ജീവനി വിദ്യ പഠിപ്പിച്ചു കൊടുത്തിട്ട് കജനെ പേരെടുത്ത് വിളിക്കും. അപ്പോൾ കജൻ പുറത്ത് വരും. ശുക്രാചാര്യർ വയറ് പൊട്ടി കജൻ പുറത്ത് വരും. പുറത്ത് വന്ന കജൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ശുക്രാചാര്യരെ ജീവിപ്പിക്കും. അപ്പോൾ കജന് സന്തോഷമാകും. കാരണം മൃതസഞ്ജീവനി വിദ്യ പഠിക്കുകയും ചെയ്തു, ശുക്രാചാര്യർക്ക് സന്തോഷമായി. ഓ, അവരെന്നെ ജീവിപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷം. രാധേ രാധേ.